വെൽക്കം ബാക്ക് ടു പിക്സൽ കോമ്പസ്. ഞാൻ അനന്തു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് വാട്സാപ്പ് സ്റ്റാറ്റസ് മെയിൻലി ആൻഡ്രോയിഡ് ഫോണുകളിൽ എങ്ങനെ മറ്റൊരാളോട് ചോദിക്കാതെ, അതായത് ഒരു സ്റ്റാറ്റസ് എന്തെങ്കിലും നമ്മൾ ചോദിക്കുന്ന ആ പരിപാടി എങ്ങനെ ഒഴിവാക്കാം. നിങ്ങൾ ഓൾറെഡി കണ്ട സ്റ്റാറ്റസ് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആ ഡൗൺലോഡ് ആയ സാധനം എങ്ങനെ എടുക്കാം, അതായത് മറ്റൊരാളോട് ചോദിക്കാതെ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുകൂടാതെ ഈ വീഡിയോ അവസാനം കാണുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു ബോണസ് ടിപ്പും കൂടി ഉണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വാട്സാപ്പ് എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു സ്റ്റാറ്റസ് കാണുമ്പോൾ, ഇപ്പം നമ്മളൊരു സ്റ്റാറ്റസ് കണ്ടു, നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരാളോട് ചോദിക്കരുത്. നമ്മൾ ഈ സ്റ്റാറ്റസ് ആദ്യം കണ്ടു, നമ്മൾ ഈ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെങ്ങനെ എടുക്കാം. അത് സാധാരണ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ എടുക്കാറ്. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി ഒന്നും വേണ്ട. നമ്മുടെ ഫയൽ മാനേജറുണ്ട്, എല്ലാ ഫോണുകളിലും ഫയൽ മാനേജറുണ്ട്. അപ്പം ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൾഡേഴ്സ് എല്ലാം കാണാൻ പറ്റും. അതിൽ വാട്സാപ്പിൻ്റെ ഫോൾഡർ എടുക്കുക. വാട്സാപ്പിൻ്റെ ഫോൾഡർ എടുത്തതിന് ശേഷം മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫോൾഡേഴ്സ് കാണാം. വാട്സാപ്പ്, ഇമേജ്, ജിഫ്, സ്റ്റിക്കേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡോട്ട് സ്റ്റാറ്റസ് എന്നൊരു ഫോൾഡർ കാണാം. അപ്പോൾ ഇത് കാണാൻ പറ്റാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെയായിരിക്കും കാണാം. അപ്പം ജസ്റ്റ് പോയിട്ട് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടുക. അപ്പോൾ ഷോ ഹിഡൻ ഫയൽസ് ഓപ്പൺ ആക്കി കഴിയുമ്പം നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള എല്ലാ ഫയൽസും വരും. ഒപ്പം തന്നെ ഈ ഫോൾഡറും കാണാൻ പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റസ് വീഡിയോസും ഇവിടെ അവർ വാട്സാപ്പ് വീഡിയോ റാൻഡം നെയിമിൽ വന്നിട്ടുണ്ടാകും. നിങ്ങളിപ്പോൾ ജസ്റ്റ് കണ്ട വാട്സാപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സോർട്ടൊക്കെ കറക്റ്റ് ചെയ്താൽ മതി. സോർട്ട് ബൈ മോഡിഫൈഡ് ടൈം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് കണ്ടത് ഏറ്റവും ടോപ്പിലും വരും, ആദ്യം കണ്ടതെല്ലാം അടിയിലോട്ട് എഴുതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ട സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ നമ്മുടെ മീഡിയ പ്ലെയറിലാണ് ഇത് പ്ലേ ആവുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മളിത് ഫോർവേഡ് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഇവിടുന്ന് സെൻഡ് വാട്സാപ്പ് സ്റ്റാറ്റസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന ടൈം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വീണ്ടും 1.4 MB, ഇപ്പോൾ അവർ കാണിക്കുക 1.4 MB ആണ്. അത്രയും കളഞ്ഞൊന്നും നമ്മളിപ്പോൾ 5 MB 10 MBയുടെ വീഡിയോ ആണെങ്കിൽ പോലും നമ്മളത് കണ്ടു കഴിഞ്ഞതാണെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്താൽ മതി. അത് അടുത്ത സെക്കൻഡിൽ തന്നെ അത് അപ്ലോഡ് ആവും. നമ്മുടെ അതിന് 10 MB ഒന്നും എടുത്തത് അപ്ലോഡ് ആവത്തില്ല. കാരണം ആ ഒരു നെയിം ഓൾറെഡി വാട്സാപ്പിൻ്റെ സെർവറിൽ എവിടെയോ ഉള്ളതുകൊണ്ട് അത് തന്നെ റെഫർ ചെയ്തിട്ട് ഓൾറെഡി അറ്റാച്ച് ആവുന്നതാണ്. ആണെന്ന് തോന്നുന്നു. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം അത് ലാർജ് ഫയൽസ് ആണെങ്കിലും എനിക്കത് അയക്കുന്ന സമയത്ത്, സ്റ്റാറ്റസിലേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് അത് അപ്ലോഡായി കാണാറുണ്ട്. അപ്പോൾ വീഡിയോ ഇത്ര വരെ കണ്ടവർക്ക് നമ്മുടെ സെക്കൻഡ് ടിപ്പാണ്. ഈ ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ മെയിനായിട്ട് നമ്മുടെ റെഡ്മി അല്ലെങ്കിൽ MI ഫോണുകളിൽ ഉള്ള ഡീഫോൾട്ട് ഫയൽ മാനേജറുകൾ എടുത്തു കഴിയുമ്പോൾ, ഇത് ഡീഫോൾട്ട് ഫയൽ മാനേജറാണിത്. നമ്മുടെ ഫയൽ ബ്രൗസിങ് ഓപ്ഷനിൽ നിന്ന് മാറി നമ്മുടെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ മേളിൽ നമുക്ക് ഒരു റീസെൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വാട്സാപ്പിൻ്റെ ഐക്കൺ ഉണ്ട് അവിടെ. അതിൽ വാട്സാപ്പ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലേക്ക് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ മീഡിയാസും, നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ മീഡിയാസും അവർ കാറ്റഗറൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലത്തെ മെനു എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാം ക്യാഷ് ആൻഡ് ഡൗൺലോഡഡ് എന്ന് പറഞ്ഞ 2 ടാബോട് കൂടി വേറൊരു മെനു ഓപ്പൺ ആവും. അതിൽ ഈ ക്യാഷ് എന്നുള്ള ഫോൾഡറിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്ത, അതായത് നമ്മൾ ഇപ്പോൾ കണ്ടതും അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റസ് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. സെയിം ഇത് റെഡ്മി ഫോണുകളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ള ഫോണുകളിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക താഴെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും വേറെ ആൾക്കാർക്ക് പിന്നീട് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ ഫയൽസ് എല്ലാം 24 മണിക്കൂറത്തേക്ക് മാത്രമേ നമ്മൾ ഫോണിൽ കാണുള്ളൂ. 24 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അതിപ്പോൾ ഡോട്ട് സ്റ്റാറ്റസ് എന്ന ഫോൾഡറിലായാലും ഇവിടെ ആയാലും. അതുകൊണ്ട് നിങ്ങൾക്കിത് ഫ്യൂച്ചറിലേക്ക് കുറച്ച് കാലം സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് മാറ്റി വെക്കുക. ഈവൻ ഡോട്ട് സ്റ്റാറ്റസിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കോപ്പി ചെയ്ത് വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് മാറ്റി വെച്ചാലും മതി. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇതുപോലൊക്കെ സെൻഡ് മീഡ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.